മാങ്കുളം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സമരമുറകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മെമ്പറൊക്കെ ജയിലിലൊക്കെ പോയെന്ന് കേട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടായെന്ന് കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു രൂപം ഒന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു തർക്കങ്ങൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ളതല്ല. എന്നാണ് 1980 മുതലാണ് ഇതിവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇത് 1983 KDH നിന്ന് റെസ്യൂം ചെയ്ത ലാൻഡിൽ 5183 ഏക്കർ എന്ന് പറഞ്ഞാൽ 2100 ഏക്കർ ഇവിടെ പതിച്ചു കൊടുക്കാനും മാങ്കുളത്ത് ബാക്കിയുള്ള ഏരിയ എല്ലാം ഏറ്റെടുത്ത ഏരിയയിലെല്ലാം വനമായിട്ട് തന്നെ അന്ന് വനമായിട്ട് തന്നെ പ്രിസർവ് ചെയ്യണമെന്നും പറഞ്ഞാണ് സർക്കാരിൻ്റെ ഉത്തരവും. അതുപ്രകാരം ഈ സ്ഥലം അസൈൻ ചെയ്തതിനുള്ള ബാക്കിയുള്ള സ്ഥലമെല്ലാം കൈമാറാൻ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് 1980 തന്നെ ഈ സ്ഥലം വനം വകുപ്പിന് കൈമാറി വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഈ പ്രൊട്ടക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയയാണ്. ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഡിവിഷനും 2 റേഞ്ചും, അതായത് 90 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. എന്നിട്ട് പോലും ഒരു ഡിവിഷനും 2 റേഞ്ചുമാണ് അന്ന് 1980 തന്നെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ജനങ്ങൾക്ക് കൃഷി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ കൂടുതൽ പേര് ഇവിടെ വന്നു. ചിലർ കയ്യേറി, ചിലവർക്ക് പട്ടയം കെട്ടി, അവർ ചിലവരെണ്ണം ഒഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പട്ടയത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ വളരെയധികം ഉണ്ട്. അതിന് 2007 ഇത് പ്രൊപ്പോസ്ഡ് റിസർവ് ആക്കി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പേ വനം തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റിന് കൈമാറിയ വനം. 2007 പ്രൊപ്പോസ്ഡ് റിസർവ് ഫോറസ്റ്റ് ആക്കാനുള്ള നോട്ടിഫിക്കേഷൻ കൊടുത്തത്. അതിനുശേഷം 2011 സെക്ഷൻ 6 നോട്ടിഫിക്കേഷൻ പ്രകാരം സെറ്റിൽമെൻറ്റ് ഓഫീസർ ഇതിലെ ക്ലെയിം എല്ലാം ചോദിച്ചു. ക്ലെയിം അന്നേരമുള്ളവരെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്നുള്ളവരല്ല ഇപ്പോഴത്തെ ഉള്ളവർ കുറേ പേര്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവേ വനവും റവന്യൂ ഭൂമിയും, അന്നത്തെ റവന്യൂ ഭൂമിയും, അതായത് 5183 തരം തിരിച്ച് വെക്കാനുള്ള സർവേയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ടോ 85-90% കഴിഞ്ഞു. അപ്പോൾ ഈ സർവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് പാവപ്പെട്ട 5 സെൻറ്റിലും 10 സെൻറ്റിലും കിടക്കുന്ന ഒരു 2000-ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടുന്നതാണ്. സർക്കാരിൻ്റെ ഏറ്റവും അതായത് 10-30 കൊല്ലമായിട്ട് ഇവിടെ നടക്കുന്ന ആ സംഘർഷങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ജീവനക്കാരും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 85% സർവേ നടന്നിട്ടുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ ഈ റിസർവ് നോട്ടിഫിക്കേഷൻ സെക്ഷൻ 90 പ്രകാരമുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഇവർക്ക് കൊടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം അവർക്ക് പട്ടയം കിട്ടുന്നതാണ്. സാർ, ഇവിടെ ഇപ്പോൾ ഒരു ഈ DF ഓഫീസിൻ്റെ ഫ്രണ്ടിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ ഒരു രാജപാത ഉണ്ടായിരുന്നു. രാജപാത റിലേറ്റ് ചെയ്തിട്ട് എന്താണ് DF എന്ന നിലയിൽ എന്താണ് ആ ഒരു ഇഷ്യൂവിനെ പറ്റി പറയുന്നത്? രാജപാത എന്ന് പറയുന്നത് നേരത്തെ അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് PWD റോഡാണെന്ന് പറഞ്ഞാണ് ക്ലെയിം ചെയ്ത് ഹൈക്കോടതിയിലൊക്കെ പോയിരിക്കുന്നത്. പക്ഷേ സർക്കാർ അതിന് എതിരെ സത്യവാങ്മൂലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 1920 പണിത ഒരു ബ്രിഡിൽ പാത്താണ് എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി പാത. ഇത് നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ, അന്നത്തെ റോയൽ സർക്കാരിൻ്റെ അവരുടെ സ്റ്റേറ്റ് മാനുവലിൽ, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബ്രിഡിൽ പാത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആലുവ മൂന്നാർ റോഡ് PWD റോഡെന്നും പറഞ്ഞ് ഇപ്പോഴത്തെ നേര്യമംഗലത്ത് 1931 ഓപ്പണാക്കി കൊടുത്ത അതിൻ്റെ കേസും പറയുന്നുണ്ട്. അപ്പം ചിലർ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് PWD റോഡാണ്, ആലുവ മൂന്നാർ PWD റോഡാണ് എന്ന രീതിയിൽ ഒരു ഇത് കൊടുത്ത് അതിനകത്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനും അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ബേസിക്കലി ഉള്ള ഇത് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഒന്നാമതെ ആനയും കടുവ പുലി ഉള്ള ഒരു പ്രദേശമാണ് ഈ മാങ്കുളം റീജിയണിൽ. മാങ്കുളം പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലല്ല, പ്രൊട്ടക്റ്റഡ് അല്ല, റിസർവ് ഫോറസ്റ്റിൻ്റെ സെറ്റിൽമെൻറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രപ്പോസ് റിസർവ് ഫോറസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തോടെ ഒരു റോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ആനകളൊക്കെ പിന്നെയും
വെളിയിറങ്ങാനും കൂടുതൽ സംഘർഷം ഉണ്ടാകാനോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെൻറ് എളംപ്ലാശ്ശേരി റോഡ് തുറന്നു കൊടുത്തപ്പം തന്നെ സർക്കാർ തന്നെയാണ് കൊടുത്തത്. അത് തുറന്നു കൊടുക്കേണ്ട, ഇത് വന്യമൃഗ ശല്യം അതിരൂക്ഷമാകും എന്ന് പറഞ്ഞാണ് അത് സർക്കാർ കൊടുത്തിരിക്കുന്നത്. സാർ, ഇപ്പോൾ നിലവിൽ ഇപ്പം ഇന്ന് തന്നെ നേര്യമംഗലത്തൊരു ലേഡീനെ ആന ചവിട്ടി കൊന്നെന്ന് പറഞ്ഞു ഉണ്ട്. അതുപോലെ ഇപ്പോൾ സാറ് പറയുന്നു ആ പാത തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആനകൾ പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. വരും ഉറപ്പാണല്ലോ. ഡിസ്റ്റർബ് ആകും ആന. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഈ സഫാരി ജീപ്പുകാർ ഇതിൻ്റെ പുറകെ നടന്നാണ് അതിനെ ശല്യപ്പെടുത്തുന്നത്. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഓഫ് റോഡാണ് ഉള്ളത്. കാരണം അവർക്ക് അനധികൃതമായിട്ടുള്ള ഏരിയയിൽ കയറി പോകണം എന്നുള്ള, അതായത് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് രാത്രിയാണേലും കാടാണേലും ആനയുള്ള സ്ഥലത്താണേലും പോകണമെന്നുള്ളൊരു ഇതാണ് അവർക്കുള്ളത്. പക്ഷേ ഇതെല്ലാം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു വലിയ ഇഷ്യൂ തന്നെ ഉണ്ടാകും. ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ഇത് അപകടത്തിൽപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു ടൂറിസത്തിൻ്റെ അങ്ങനെ ഒരു നിയന്ത്രണം വിധമാക്കണമെങ്കിൽ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു സംഘം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചില പ്ലാനുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതാണ്. ജനങ്ങൾ തന്നെയാണ് വനം വകുപ്പിൻ്റെ ടൂറിസം പദ്ധതികളെല്ലാം അവിടുത്തെ ജനങ്ങളിൽ കൂടെ തന്നെയാണ് നടപ്പാക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് സുരക്ഷിതം കൊടുക്കുകയാണ് ഏറ്റവും നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പല മാങ്കുളത്ത് തന്നെ പരിശ്രമിച്ചായിരുന്നു. അത് പക്ഷേ എന്തോ നമ്മുടെ വലിയ പാറക്കുട്ടി ഏരിയയിൽ കാട്ടിനകത്തൂടെ ടൂറിസം ഉണ്ടായിരുന്നു. ഇതുപോലെ അവിടെ എല്ലാ മാസവും ഓരോ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നതാണ്. മാർച്ചിൽ 3 പിള്ളേർ മരിച്ചതോടുകൂടി അവിടുത്തെ ടൂറിസം കളക്ടർ നിരോധിക്കുകയും ഇതേവരെ അവിടെ വേറൊരാൾ മരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സുരക്ഷിതത്വം ആദ്യം കൊടുക്കണം. അത് സർക്കാർ സംവിധാനത്തിൽ സർക്കാരിൻ്റെ ഭൂമിയിൽ വനമാകട്ടെ റവന്യൂ ഭൂമിയാകട്ടെ ഒരു ടൂറിസം പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഒരു സുരക്ഷിതത്വമാണ് ആദ്യം നമ്മൾ പ്രദാനം ചെയ്യേണ്ടത്. അതല്ലാതെ എല്ലാവരും കയറ്റിവിടുക, ഏത് രാത്രിയും കയറ്റിവിടുക എന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ല. അപ്പം ഇതിവിടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 4 ഇഷ്യൂ ആണ് മാങ്കുളത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ടൂറിസം, ഇതുപോലെ നമ്മുടെ സഫാരി ജീപ്പുകാർ, അതിനകത്ത് പാവങ്ങളുണ്ട്, നിവൃത്തിയില്ലാത്തവരുണ്ട്, വേറൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് സുരക്ഷിതമായിട്ട് വരുന്ന ടൂറിസ്റ്റിന് ഒരു സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വനം വകുപ്പും പഞ്ചായത്തുമായി ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചായിരുന്നു ഇവിടെ. പക്ഷേ എന്തുകൊണ്ടോ അത് ചില ആൾക്കാർ അതിനെ തുരങ്കം വെക്കുകയും അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ മക്കളോ ഒരു ടൂറിന് പോകുമ്പോഴത്തേനും മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ്. ആ വിഷമമാണ് നമുക്കും അനുഭവിച്ചിട്ടുള്ളത്. ഒരു ചോദ്യമാണ്. ഇവിടുത്തെ മെമ്പർ ഇപ്പോൾ പറയുന്നു, മെമ്പറിനെ മനഃപൂർവ്വം കാപ്പ ചുമത്തി അകത്താക്കാൻ, ഈ നാട് കടത്തപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ഇപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണ് അത്? ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വല്ല നീക്കങ്ങളോ? ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഫോറസ്റ്റ് അല്ലല്ലോ കാപ്പ ചുമത്തുന്നത്. ഫോറസ്റ്റിന്റെ ഭാഗത്ത് ചില നീക്കങ്ങൾ നടക്കുന്നു എന്നിങ്ങനെ കേൾക്കും. അത് അങ്ങനെ പലതും ആരോപണം പറയാലോ. ഫോറസ്റ്റിനകത്ത് മെമ്പർക്കെതിരെ 4 കേസുണ്ടായിരുന്നു. അത് കോടതിയിലാണ്. അത് അന്വേഷണ വിധേയമാണ്. സഹകരിക്കാത്തതുകൊണ്ട് അന്വേഷണത്തിൽ നിൽക്കുകയാണ്. അതിലാണ് പുള്ളിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എൻ്റെ ഇതിൽ പെട്ട കാര്യമല്ല. എൻ്റെ ഭൂമിയിൽ പുള്ളിക്ക് കേസൊന്നും വനം കേസുകളൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്റ്റാഫിനെ അടി കൊടുത്ത കേസുമൊക്കെ ഒത്തിരിയുണ്ട്. കാരണം ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപ്പേര് വിളിച്ചു ആക്ഷേപിച്ചു എന്ന് പറയുന്നത് അത് തികച്ചും കള്ളമാണ്. അത് നമുക്ക് ഉറപ്പായിട്ടും പറയാം, കള്ളമാണ്. കാരണം ഇവരാദ്യം പറഞ്ഞത് ഇവരെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു. അതിന് ശേഷമാണ് ഇവരെ മെമ്പർമാരെ തല്ലിയെന്ന് പറഞ്ഞാണ് ആദ്യം മൊഴി കൊടുത്തത്. ശേഷം അന്നത്തെ നമ്മൾ ഇതുപോലത്തെ ട്രാപ്പുകൾ പ്രതീക്ഷിച്ച് ഫോറസ്റ്റുകാർ പോകുമ്പോഴത്തേനും നമ്മൾ ക്യാമറയിലെല്ലാം കൂടെ പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പോലീസുകാരും അറിയാം, അവർക്കും ഉണ്ട്. അപ്പോൾ അത് പുറത്ത് വന്നപ്പോഴത്തേനും അവർ പിന്നെയും ഇത് മാറ്റിയതാണ്. അതായത് ഇവരെ കൊണ്ടുപോയ ശേഷമാണ്, ഇപ്പോഴത്തെ മൊഴി എന്ന് പറഞ്ഞാൽ ഇവരെ ആംബുലൻസിൽ കൊണ്ടുപോയ ശേഷമാണ് ഇവരെ ആക്ഷേപിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുമില്ല.
ആംബുലൻസിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സ്ഥലത്തു നിന്ന് പോകുന്നതും മാങ്കുളത്തിട്ട് ഞങ്ങളെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷമാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ അവിടെ വന്നത്. അപ്പോൾ അത് തന്നെ മൊഴിയെ തന്നെ അത് ഫ്ലോപ്പായി. അതുകൊണ്ടാണ് ഇതിന് കൃത്യമായ തെളിവുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു തർക്കവും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു ചീത്ത വാക്ക് പോലും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അന്ന് അത് തികച്ചും തെറ്റാണ്. അതിൻ്റെയും വീഡിയോകൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അതായത് ഒരു നിമിഷം, അന്ന് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പവലിന്, ആ പവലിൽ പരാതി വന്നു. പവലിനല്ല, അവിടെ പുതുതായിട്ട് എൻക്രോച്ച്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞ പരാതിയിൽ അന്വേഷണം വന്നപ്പോഴത്തേനും ഒന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടി, വനം വകുപ്പ് മന്ത്രിക്കും പരാതി കിട്ടിയതാണ്. മുഖ്യമന്ത്രിക്ക് കിട്ടിയേക്കുന്നത് നവകേരള സദസ്സിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം അത് അന്വേഷിച്ചപ്പോഴത്തേനും അത് എനിക്കറിയാം മാങ്കുളത്തിൻ്റെ അല്ല, നമ്മളുടെ ഏരിയ അല്ല. അപ്പോൾ അത് കോതമംഗലം ഫ്ലൈ സ്ക്വാഡ് ഡിവിഷൻ അന്വേഷിച്ചപ്പോൾ അത് കുട്ടമ്പുഴ റേഞ്ചിലാണെന്നും അത് റിസർവ് ഫോറസ്റ്റ് ആണെന്നും കണ്ടെത്തിയതാണ്. അത് എന്നിട്ടാണ് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസറും എറണാകുളം ഫ്ലൈ സ്ക്വാഡും അന്ന് അന്വേഷണത്തിനാണ് അവിടെ വന്നത്. അപ്പോൾ ഇവർ പരാതി അന്വേഷിക്കുന്നിടയിൽ ഈ ടവറിൽ കയറുകയും, ടവറും അനധികൃതമായിട്ട് പണിതാണ്. അത് മലയാറ്റൂർ റിസർവിൽ തന്നെയാണ്, പുഴയിലാണ് പണിതിരിക്കുന്നത്. പട്ടയ സ്ഥലമല്ല, പുഴയ്ക്കകത്ത് ഒരിക്കലും പട്ടയം കൊടുക്കുകയില്ല. പുഴയ്ക്ക് നടുക്കിൽ പട്ടയം കൊടുക്കുക ആർക്കെങ്കിലും ഇല്ല, കൊടുക്കുകയില്ല. പിന്നെ അത് അവർ എഴുതിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ കമ്മിറ്റി അംഗങ്ങൾ വരികയും തടസ്സപ്പെടുകയും അവസർ വലിച്ചെറിയുകയും അവരെ ബന്ദിയാക്കുകയും ചെയ്തു. 3 DFമാരും വരാതെ അവരെ വിടുകയില്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇവരെല്ലാം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പിരിവും മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഓരോ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സഹകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്ന രീതിയിലാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയത്തില്ലായിരുന്നു. അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എത്രയാണ്, അവിടുത്തെ ഫ്ലൈ സ്ക്വാഡ് DFO അതായത് നിങ്ങൾക്ക് തർക്കമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രേഖകൾ ഹാജരാക്ക്, അത് കഴിഞ്ഞോ നമ്മൾ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ എന്ന രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. ഞാനും നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഫ്ലൈ സ്ക്വാഡ് DFO ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് ഇവർ എൻ്റെ നേരെ കയർത്ത് വരികയും, അതെല്ലാം വീഡിയോയിലുണ്ട്, കയർത്ത് വരികയും ആക്ഷേപകരമായ വാക്കും പറഞ്ഞു. എന്നപ്പോൾ എന്നെ പിടിച്ച് നമ്മുടെ മൂന്നാർ ACF എന്നെ പിടിച്ചങ്ങ് മാറ്റി. അതിനുശേഷമാണ് ഈ നാടകങ്ങൾ നടക്കുന്നത്. എന്നെ മർദ്ദിച്ചു എന്നുള്ളതാണോ അതോ അവരെ എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. എന്നെ ജീപ്പിനകത്ത് വെച്ച് ഇടിച്ചിട്ടുണ്ട്. ACFനെ തടഞ്ഞു നിർത്തി ഈ പറഞ്ഞ പ്രവീൺ എന്ന് പറഞ്ഞ ആൾ, പുള്ളിക്കാരനെതിരെ പല കേസുകളും ഫോറസ്റ്റ് നമ്മുടെ സ്റ്റാഫിനെ തല്ലിയ കേസിലെല്ലാം പ്രതികളാണ്. ഒരു 4-5 കേസിൽ 9 കേസുകളിൽ പുള്ളി പ്രതിയാണ്. പുള്ളി കയറി മർദ്ദിച്ചതാണ്. അവിടെയുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ശേഷം എന്നെയും കാറിനകത്തിട്ട് ഇവരെല്ലാം കൂടി മർദ്ദിച്ചിട്ടുള്ളതാണ്. ജീപ്പ് ഉന്തിത്തള്ളി മറിക്കാൻ ശ്രമിച്ചാണ്. അന്ന് പോലീസുകാർ അവരുടെ വാഹനം അന്നേരത്തിനും കയറ്റി കൊണ്ടുവന്നിട്ട് അതിലൂടെ ആ വണ്ടിയിലോട്ട് മാറ്റിയാണ് ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത്. വലിയൊരു സംഘർഷം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത സംഘർഷമായിരുന്നു. അതിലെന്തോ വേറെന്തോ അജണ്ടയാണ് ഉള്ളത്. പഞ്ചായത്തിൻ്റെ മെമ്പേഴ്സാണ് ഇതിനകത്ത് കൂടുതലും നിന്നിരുന്നത്. എനിക്ക് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇല്ല. അവർ വനത്തിനകത്ത് 2 ഇക്കോ ടൂറിസം പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിയമപരമായിട്ട് കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള പരിവേഷ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് അനുമതി മേടിച്ച ശേഷം നിങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് താല്പര്യമില്ല, അത് വനമല്ല, പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പവലിൻ പണിഞ്ഞെന്നാണ് ഞങ്ങൾ കേട്ടത്. ഈ പവലിൻ നമ്മുടെ സ്ഥലത്തല്ല നിൽക്കുന്നത്. അതല്ലാതെ പല നമ്മുടെ ഭൂമിയിൽ, അതായത് മാങ്കുളം ഡിവിഷന്റെ പരിധിയിലുള്ള വനഭൂമിയിൽ ഇവർ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചു. നക്ഷത്രക്കുത്തിൽ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചു. നക്ഷത്രക്കുത്തിൽ പുതിയതായിട്ട് ചെക്ക് ഡാം പണിയാനും കെട്ടിടങ്ങൾ പണിയാനും മറ്റേ ഒരു പാമ്പുകയം ജലവൈദ്യുത പദ്ധതിയുടെ പുനരുദ്ധാരണം എന്നതിൻ്റെ പേരിൽ തുടങ്ങിയായിരുന്നു. പക്ഷെ നമ്മളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്ത്, ഇത് വനഭൂമിയാണ്,
അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഈ ഓഫീസിൽ നിന്ന് തന്നെ ഇവർ വന്ന് ചർച്ച ചെയ്തതാണ്. ഞാൻ പറഞ്ഞതാണ്, എനിക്ക് തർക്കമൊന്നുമില്ല, അത് നേരത്തെ തന്നെ നിങ്ങൾ വെച്ചാണ്, പക്ഷേ ഇത് നിയമപ്രകാരം റെഗുലൈസ് ചെയ്യുക, അതാണ് ഞങ്ങൾക്കും നല്ലത്, ബാക്കിയുള്ളവർക്കും നല്ലത്. ഈ വന്യമൃഗങ്ങളുടെ അക്രമം ഇവിടെ നിരന്തരം ഭീഷണിയാകുന്നു എന്നിപ്പോൾ വന്നപ്പോൾ തന്നെ പലരുടെ വാക്കുകളിൽ നിന്ന് കേട്ടു. സാധാരണപ്പെട്ട ജനങ്ങളാണല്ലോ ഈ മാങ്കുളം ഏരിയയിൽ. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ എന്താ? അതായത് ഇത് ഈ മാങ്കുളം ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുഴുവൻ മലയാറ്റൂർ റിസർവും ഒരു ഭാഗത്ത് ഈ മാങ്കുളത്തിൻ്റെ ഫോറസ്റ്റ് ഏരിയയും ഒരു ഭാഗത്ത് നമ്മുടെ കാടമോം ഹിൽസിലെ എസ്റ്റേറ്റുകളും ഉൾപ്പെടെ പ്രദേശമാണ്. ഇവിടെ ഈ ആനശല്യം, ആനയുടെ കോറിഡോർ എന്നുള്ള ഒരു ഇതായിരുന്നു ഇവിടം. നിങ്ങൾക്കൊരു ആനക്കുളം എന്ന് പറഞ്ഞാൽ ആനകൾ 100 ആനകൾ വരുന്ന ഏരിയയാണ്. അപ്പോൾ ആനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പക്ഷേ അതിനെതിരെ അത് തടയാൻ വേണ്ടി നമ്മൾ മാക്സിമം ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. സോളാർ ഫെൻസുകളൊക്കെ വരും. സോളാർ ഫെൻസ് എന്ത് വെച്ചാലും ആനകൾ തല്ലി താർത്താണ് ഇപ്പോഴത്തെ കയറുന്നത്. അതിനുശേഷം നമ്മൾ ക്രാഷ് ഗാർഡ് ഫെൻസിങ് വെച്ചു, അതുപോലും തകർത്തു. ക്രാഷ് ഗാർഡ് ഫെൻസിങ് വെച്ചപ്പോഴത്തേനും അത് ഒരു ചെറിയൊരു ഇഷ്യൂ ആയി. അത് നിരപ്പായ സ്ഥലത്തൂടെയാണ് വെക്കേണ്ടത്, റോഡ് സൈഡിൽ കൂടെ. അപ്പോൾ അതെന്തോ പ്രശ്നം കാരണം ജനങ്ങളത് സമ്മതിച്ചില്ല. പിന്നെ തോട്ടിൻ്റെ സൈഡിൽ കൂടെ വെക്കേണ്ടി വന്നു. 2007 പ്രളയത്തിൽ, അത് 2018 പ്രളയത്തിൽ കുറേ കാലുകൾ പൊങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ വടം വലിച്ച് മുറുക്കാനുള്ള പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ കൊല്ലം നമ്മളത് സോളാറും കൂടി അതിനോട് ചേർത്തപ്പോഴത്തേനും, നേരത്തെ ആനയുടെ മാത്രം കയറുന്നുള്ളൂ, പോത്തൊന്നും കയറുന്നില്ല. പോത്തൊക്കെ ഉള്ള സ്ഥലമാണ്. പോത്താണ് ഏറ്റവും ഡേഞ്ചറസ്, അത് കയറുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ സോളാറും കൂടെ വെച്ചപ്പോഴത്തോടുകൂടി അവിടെ പെർഫെക്റ്റ് ആയിട്ട് ആന കയറാതെയായി. ഈ അടുത്ത കാലത്ത് ചിലർ ഈ സോളാർ ഫെൻസിങ് നശിപ്പിക്കാനുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്ത് കൂട്ടിക്കെട്ടുകയും നശിപ്പിക്കുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നടപടി ഒന്നും ആയിട്ടില്ല. മൃഗങ്ങളല്ല, കൂട്ടിക്കെട്ടുന്ന മൃഗങ്ങളല്ലല്ലോ, കമ്പി വെച്ച് കൂട്ടിക്കെട്ടുന്ന മൃഗങ്ങളല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജനങ്ങളോട് പറഞ്ഞു, അവരുടെ ജീവനാണുള്ളത്, ജീവനാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ നാട്ടുകാരോട് പറഞ്ഞ് അവരിപ്പം നോക്കുന്നുണ്ട്. അപ്പം ചില ഒരു ഇതിനകത്തുള്ള ഒരു സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ്, ഒരു ചുരുക്കം ചിലർ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആനയെന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാലഘട്ടങ്ങളിലാണ് ഇവിടെ ആന വരുന്നത്. ഒരു ഡിസംബറോട് കൂടിയാണ് നമ്മുടെ ഈ വിരിപാറ ഏരിയയിൽ ആനകൾ വരുന്നത്. അത് 1-2 വരും. പിന്നെ കമ്മ്യൂണിക്കുടി ആദിവാസി സെറ്റിൽമെൻറ്റ് ഒരു 10-30 ആന വരും. അത് കഴിഞ്ഞ് ഏലം നശിപ്പിക്കാനുള്ളതാണ്, നശിപ്പിച്ചിട്ട് തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ഈ വിരിപാറ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആനകൾ വാഴ, പിന്നെ പന മറിച്ചിടുക, പിന്നെ അതിൻ്റെ ഇടയിൽ ഏലം, പിന്നെ കവുങ്ങ് ഒക്കെ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നഷ്ടപരിഹാരം നമ്മൾ അന്നേരം തന്നെ നമ്മൾ പാസ്സാക്കി കൊടുക്കും. പക്ഷേ നമുക്ക് യഥാസമയത്ത് കാശ് കിട്ടാറില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ സോളാർ ഫെൻസിങ് ഞാൻ ഈ വന്ന ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ 5-8 കിലോമീറ്റർ സോളാർ ഫെൻസിങ് തന്നെ ഇട്ട് ആ പ്രദേശം മുഴുവൻ സേഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയുള്ളത് നമ്മൾ കൊഴിയാലക്കുടിയിൽ ഒരു ഹാങ്ങിങ് സോളാർ ഫെൻസ് നബാർഡിൽ കെട്ടിയിട്ടുണ്ട്. അത് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് ചെയ്യുന്നത്. അവരത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കവിതക്കാട് ടോപ്പിൽ ഒരു എലഫൻറ്റ് പ്രൂഫ് വാളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഒരു 15 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തെ കാട്ടാന ശല്യവും കാട്ടുപോത്ത് ശല്യവും തീരുന്നതാണ്. അതിനൊരു പദ്ധതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ച് വന്നിട്ടില്ല. തത്വത്തിൽ അംഗീകരിച്ചു. അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ കൊടുക്കും. പിന്നെ DF എന്ന നിലയിൽ ഈ ഒരു സമരത്തെപ്പറ്റി, സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് ഒരു കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ബുദ്ധിമുട്ട്, അതായത് അവർക്ക് ലോ അനുസരിച്ച് അബേഡ് ചെയ്യുക എന്നോ പറ്റുള്ളൂ. അല്ലാതെ കണ്ണടച്ചു കൊടുത്തിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ പോലും കിട്ടുകയില്ല. ഡിസിപ്ലിനറി ആക്ഷനാകും. എളമ്പളാശ്ശേരിയിലെ തന്നെ ആ റോഡ് പണിതപ്പം കണ്ണടച്ചിട്ടിരുന്നവർക്കെതിരെ ഇപ്പോഴും അച്ചടക്ക നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും പെൻഷനും കിട്ടിയിട്ടില്ല. അപ്പം കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. നിയമപരമായിട്ടുള്ള രീതിയിൽ നടപടി സ്വീകരിക്കുക, പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം
അനുമതി കിട്ടിയ ശേഷം പണിത് ചെയ്യുന്നതിന് നമുക്ക് ആർക്കും പ്രശ്നമില്ല, അത് നിയമപരമാണ്. പക്ഷേ ആ നിയമപരമായ പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഇത്. ഒരു കാര്യമാണ്, ഈ രാജപാതയിൽ ഒരു ട്രെഞ്ച് കുഴിച്ചതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു പ്രസംഗത്തിൽ, എന്താണെന്ന്? അതായത് ഇത് 1980 ഈ ഏരിയ നമുക്ക് കൈമാറുന്നത്. 1920 ബംഗ്ലാവുതറ, സിംഗുകുടി ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ മുകളിൽ ബംഗ്ലാവുതറ എന്നൊരു സ്ഥലമുണ്ട്. ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ബ്രിഡിൽ പാത്തിൻ്റെ അരികിലായിട്ട് ഇവർക്ക് താമസിക്കാൻ വേണ്ടി അല്ലെ വിശ്രമിക്കാൻ വേണ്ടി ഒരു ബംഗ്ലാവ് പണി നമ്മുടെ രാജഭരണകാലത്ത്. അപ്പം അങ്ങനൊരു ബംഗ്ലാവും അതിൻ്റെ ചുറ്റും കിടങ്ങും ഉണ്ടായിരുന്നു. നമ്മളത് 2019-20 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു, അത് എനിക്ക് മുമ്പാണ്. ട്രെഞ്ച് ഒന്ന് മണ്ണിടിഞ്ഞ് കിടക്കുമായിരുന്നു. ആ ട്രെഞ്ച് നമ്മൾ വനം വകുപ്പ് മണ്ണൊക്കെ എടുത്തു മാറ്റി ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ആന കയറാതിരിക്കുന്നതിനുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, മാങ്കുളം ഏരിയ, കഞ്ചാവിനും വേട്ടയ്ക്കും എല്ലാം പ്രശസ്തമാണ്. കഞ്ചാവ് കൃഷി അതിനുള്ള അതിനുവേണ്ടിയാണ് നമ്മളെ ഈ ഈ ഒരു ഡിവിഷൻ തന്നെ ഫോം ചെയ്തത്. അപ്പോൾ അതിന് ഇപ്പോൾ അല്ല, പണ്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. ഇടമലക്കുടി ഇവിടെയുള്ള അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അതുമല്ല, വേട്ടയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് കണ്ടിരുന്നത്. അപ്പോൾ ഈ ബംഗ്ലാവ് തറയെന്ന് പറഞ്ഞ ആ പൊളിഞ്ഞു പോയ ബംഗ്ലാവിൻ്റെ തറയിലാണ് ഈ ക്യാമ്പ് ഷെഡ് പണിതത്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അത് പ്രൊട്ടക്ഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാച്ചർ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ അവിടെ തന്നെ മരിച്ചു. അതിന് ശേഷമാണ് ഇത് റെഡിയാക്കുന്നത്. കാരണം ബാക്കി നമ്മളും നമ്മുടെ സ്റ്റാഫും വാച്ചർമാരും എല്ലാം മനുഷ്യരാണ്. അവരുടെ പ്രൊട്ടക്ഷനിലെ ആദ്യം നോക്കേണ്ടത്. അതാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 1980 ശേഷമാണ് ഇവിടെ റീസർവേ നടക്കുന്നത്. റീസർവേ നടക്കുമ്പോഴത്തേനും ഈ പാതയുടെ ചുറ്റുമായിട്ട് ബംഗ്ലാവ് തറ വരെ മാത്രം ഒരു വൈഡ് ആയിട്ട് അവർ ഇത് ചെയ്തു, സർവേ ചെയ്ത് മാറ്റിയിട്ടു. 80 ശേഷമാണ്, പഴയതല്ല. ഇതിന് മണ്ണിട്ട് മൂടിയെന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. അത് വേറെയാണ്, അത് ഇഷ്യൂ വേറെയാണ്. അതായത് അത് അത് ഈ മാങ്കുളത്തെ അല്ല, മാങ്കുളം റിസർവിലല്ല, അത് അടിമാലി റേഞ്ചിലെ മലയാറ്റൂർ റിസർവിനകത്തുള്ളിലാണ്. അത് അവിടെ നേരത്തെ തന്നെ ഈ അനധികൃത ഓഫ് റോഡ് ഉള്ളത് കൊണ്ട് ഓഫ് റോഡ് ടൂറിസം, ആ ടൂറിസം ആ പിള്ളേരുടെ കാര്യമുണ്ടല്ലോ, പിള്ളേർ മരിച്ചപ്പോഴത്തേനുമാണ് അത് സ്റ്റോപ്പാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഇവർ വന്ന് പഞ്ചായത്തുകാർ വന്ന്, പഞ്ചായത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് അത് അടച്ചു. ഈ ട്രഞ്ച് പിന്നെ മൂടി പിന്നെ ടൂറിസം തുടങ്ങി. അപ്പോഴത്തേനും കളക്ടർ ഓർഡർ ഇട്ടു, പിന്നെയാണ് നിർത്തിയത്. അത് നിർത്തിയതുകൊണ്ട് എത്ര മനുഷ്യജീവൻ രക്ഷപ്പെട്ടെന്നറിയോ? ഒത്തിരി മനുഷ്യജീവൻ രക്ഷപ്പെട്ടു. 1971 വനഭൂമിയെ സംബന്ധിച്ച് 1887 ഈ ഏരിയ, ഇവിടെ അന്ന് വനമായിരുന്നു, ഫുള്ള് വനമായിട്ട് കിടക്കുമായിരുന്നു. ആ ഏരിയ സായിപ്പന്മാർക്ക് കാപ്പി കൃഷിക്ക് വേണ്ടിയാണ് ഇവിടെ ആദ്യം ലീസ് ചെയ്യുന്നത്. പൂഞ്ഞാർ മഹാരാജാണ് അന്നത്തെ പൂഞ്ഞാറ്റ് രാജയാണ് അത് ലീസ് ചെയ്ത്. പിന്നീട് ട്രാവൻകൂർ രാജാവ് അത് അംഗീകരിച്ചു, ലീസ് അംഗീകരിച്ച് ചില മോഡിഫിക്കേഷനൊക്കെ നടത്തിയാണ് ഉള്ളത്. അതിനുശേഷം ഇത് അന്ന് മൺട്രോ സാഹിബിനാണ് ഇത് കൊടുക്കുന്നത്. പിന്നീട് അവർ കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയിൽ പല ഏരിയ എസ്റ്റേറ്റുകളെ പലർക്കും വീതം വെച്ച് കൊടുത്ത് അവിടെ കാപ്പി കൃഷി ആദ്യം തുടങ്ങി. പിന്നെ സിങ്കോണ തുടങ്ങി. മാങ്കുളത്ത് സിങ്കോണയാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ആ സിങ്കോണ ക്വിനിൻ കണ്ടെത്തിയോടുകൂടി, സിന്തറ്റിക് കണ്ടെത്തിയോടുകൂടി അതിൻ്റെ ആവശ്യമില്ലാതെ വരികയും പിന്നീട് റബ്ബർ പ്ലാന്റേഷനായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്തത്. ബാക്കിയുള്ള ഏരിയയിൽ ടീ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 1970 വരുമ്പോഴത്തേനും ഈ ഏരിയ മുഴുവൻ അവർ പറ്റാവുന്ന ഏരിയയിലെല്ലാം അവർ കൺവേർട്ട് ചെയ്തായിരുന്നു, പ്ലാന്റേഷനായി കൺവേർട്ട് ചെയ്തു. അപ്പം പ്ലാന്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യാത്ത ഏരിയ ഉണ്ട്. അത് അന്ന് പ്ലാന്റേഷൻ പറ്റാത്ത ഏരിയയാണ്. സ്റ്റീപ്പായിട്ടുള്ള ഏരിയയും റോക്കി ആയിട്ടുള്ള ഏരിയയൊക്കെയാണ്. അന്നത്തേനും സർക്കാർ 1971 കണ്ണൻദേവൻ ഹിൽസ് ലാൻഡ് റിസംഷൻ ആക്ട് പ്രകാരം അത് ഏറ്റെടുത്തു.
ഏറ്റെടുത്തിൽ 70,000-ഓളം ഏക്കറാണ് ഏറ്റെടുത്തത്. അതിനകത്ത് അതിൻ്റെ യൂട്ടിലൈസേഷൻ പാറ്റേൺ അതെങ്ങനെയാണ് ആ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചു. അതിനുശേഷം സർക്കാർ ഇതിനകത്ത് 40,000 ഏക്കറിൽ അധികം സ്ഥലം പ്രിസർവ് ആസച്ച്, അന്ന് ഫോറസ്റ്റ് ആയിരുന്നു, പ്രിസർവ് ആസച്ച് എന്ന് പറഞ്ഞു 17,000 ഹെക്ടർ അവർ അത് അഫോറസ്റ്റ് ചെയ്യാനും, മിക്കവാറും അത് ഗ്രാസ് ലാൻഡൊക്കെയാണ്. പിന്നെ കുറച്ച് ഏരിയ ഡയറി ഡെവലപ്മെൻറ്റിനും, ധോണി അവിടെയൊക്കെയുള്ള ഏരിയ ഡെവലപ്മെൻറ്റിനും, പിന്നെ ഹൗസിംഗ് സ്കീമിനും, പിന്നെ ഒരു 2,100 ഹെക്ടർ ഏരിയ മാങ്കുളത്ത് അസൈൻമെൻറ്റിനും കൊടുത്തു. ഈ അസൈൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് 1,300 ഹെക്ടറാണ് ഈ ഇതിനകത്ത് കൃഷിക്കായിട്ട് പതിച്ചു കൊടുക്കാൻ ഉള്ളത്. 1,300 ഹെക്ടറും പിന്നെയുള്ള 700 ഹെക്ടറിൽ 500 ഹെക്ടർ പബ്ലിക് ആവശ്യങ്ങളും, പിന്നെ ഈ ഹൗസിങ്ങിന് വേണ്ടിയും, പിന്നെ സ്കൂള്, കോളേജ്, അങ്ങനെയുള്ള കനാല്, റോഡ്സ് അങ്ങനെയുള്ളതിനാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് 200 ഹെക്ടർ അഫോറസ്റ്റേഷൻ, ഇതിനകത്തുള്ള സ്റ്റീപ്പ് ഏരിയയിൽ അഫോറസ്റ്റേഷന് വേണ്ടി. അന്ന് യൂക്കാലിയാണ് പ്രപ്പോസ് ചെയ്തത്. മണ്ണിടിച്ചിൽ നല്ലപോലെയുള്ള ഏരിയയാണിത്. അങ്ങനത്തെ ഉള്ള ഏരിയയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിടിയും, അതുകൊണ്ട് വനവൽക്കരണം എന്ന രീതിയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് 1980 ഇതിൻ്റെ 80ഓടുകൂടി ഇതിൻ്റെ സർവേ എല്ലാം പൂർത്തീകരിച്ച് അതല്ലാത്ത ഏരിയ, അതായത് പതിച്ചു കൊടുക്കേണ്ടാത്ത ഏരിയ എല്ലാം കൂടെ വനം വകുപ്പിന് സർക്കാർ ഉത്തരവ് പ്രകാരം കളക്ടർ കൈമാറുകയും അത് അന്ന് തൊട്ട് തന്നെ പരിപാലിച്ചു വരികയാണ് ഉണ്ടായത്. ഈ KDH ഭൂമിയിൽ നിന്ന് വനംവകുപ്പിൻ്റെ കയ്യേറ്റം അങ്ങനെയാണ് ഇവർ പറയുന്നത്, അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നോട്ടീസ് ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും അതായത് നമുക്ക് ഉള്ളത് 90 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് വനം വകുപ്പിന് ഈ മാങ്കുളത്ത് അനുവദിച്ചത്. അതായത് അന്നത്തെ 77, 75 ഉള്ള അന്നത്തെ B ബ്ലോക്കും 77, 75 സർവേ നമ്പറുകളിലുള്ള ഏരിയയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് 77, 75 സർവേ നമ്പറിലുള്ള ഏതാണ്ടോ 2,100 ഹെക്ടറാണ് പതിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. അതിന് ശേഷമുള്ളതാണ് നമുക്ക് വനം വകുപ്പിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. അത് പതിച്ച് റവന്യൂ ഭൂമിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് ഉള്ളത്. ഈ ഏറ്റെടുത്ത ഭൂമിയിൽ 300 കർഷകർ ഇപ്പോൾ പറയുന്നത് വനം വകുപ്പ് അതിക്രമിച്ച് കയറുകയാണ് KDH എന്ന് പറഞ്ഞു. അല്ലല്ലോ, അത് സർക്കാർ പണ്ട് തന്നെ ആനയുടെയും പുലിയുടെയും കാടും മേടുമായിരുന്ന സ്ഥലമായിരുന്നു ഇത്. 1980 കൺസർവേഷൻ ആക്ട് വന്നതോടുകൂടി ആരുടെ കയ്യിലാണെങ്കിലും, അത് റവന്യൂ ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും പ്രൈവറ്റുകാരൻ്റെ കയ്യിലാണെങ്കിലും, ഫോറസ്റ്റ് കിടന്നു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് തന്നെയാണ്. അത് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള അനുമതി മേടിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് നിയമപരമായ രീതിയിലേ ഉള്ളൂ വനം വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ മാങ്കുളം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫോറസ്റ്റ് തടസ്സം നിൽക്കുന്നു എന്ന് ഒരു ആക്ഷേപം അവർ ഉയർത്തിയിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും വനമുള്ളിടത്ത് എല്ലായിടത്തും ഇങ്ങനത്തെ ആക്ഷേപം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള അനുമതി ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി അവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അത് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ ഇതവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവം ഇവർ ഇഗ്നോർ ചെയ്യുകയാണ്. വനം സംരക്ഷിക്കേണ്ട വനപാലകർ അതുതന്നെയാണ് നിയമപരമായിട്ട് നടത്താൻ വേണ്ടിയാണ് വനപാലകർ ഇവിടെ ജോലിക്ക് സർക്കാർ ശമ്പളം തന്ന് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അനധികൃതമായ ഏത് വന്നാലും അത് നമ്മൾ തടയും. അത് പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എന്ന് ബോധ്യമുള്ള സാധനങ്ങൾക്കെല്ലാം നമ്മൾ ഇത് ഇങ്ങനെ നിങ്ങൾ പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുക, ഇത് നല്ലൊരു പദ്ധതിയാണ്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുമതി കിട്ടും, അതനുസരിച്ച് നടപടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നിർദ്ദേശം കൊടുക്കാറുള്ളത്. ഞാൻ ഈ ഇഷ്യൂ, മാങ്കുളത്തെ ഇഷ്യൂവിൽ എല്ലാ ഇഷ്യൂവിലും പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട് പരിവേഷിൽ കൊടുക്കണം എന്ന് പറഞ്ഞത്. അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് വനഭൂമിയല്ല, ഇത് റവന്യൂ ഭൂമിയാണ് എന്നുള്ള രീതിയിലാണ് അവർ മനഃപൂർവ്വം കണ്ണടച്ച് പറയുന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല, മെമ്പർമാരാണ് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, അതായത് പഞ്ചായത്തിലെ സെക്രട്ടറിക്കോ ഒന്നും യാതൊരു തർക്കമില്ല. ഇതിൽ മെമ്പർമാർക്കാണ് തർക്കമുള്ളത്. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇത് പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിലും സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്, സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നേരത്തെ തന്നെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല.
ഇതിങ്ങനെ ഒരു തർക്കം ഉണ്ടാകേണ്ട കാര്യവുമില്ല. ഇതൊക്കെ ഒരു പുകമറ മാത്രമാണ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ സാർ. ഇതാ പാമ്പുകയം പദ്ധതി നവീകരണ ജലവൈദ്യുത പദ്ധതി നവീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജനുവരി 19 2023 ഒരു കരാർ ഇവരുമായിട്ട് EMC എനർജി മാനേജ്മെൻറ്റ് സെൻ്ററായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പദ്ധതി നവീകരണത്തിനായി കൂടുതൽ സ്ഥലം ആവശ്യമായി വന്നാൽ ഇത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച് നൽകുന്നതാണ്. ആ ഏരിയ ഓൾറെഡി വനമാണ്, പഞ്ചായത്ത് സംഘടിപ്പിച്ച് നൽകുന്നതാണ്. ഇതോടൊപ്പം വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി ആവശ്യമെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ലഭ്യമാക്കുന്നതാണ് എന്ന് കരാറിലുള്ളതാണ്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ആവശ്യമുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം. നമ്മളിവിടെ നിന്നും തർക്കമില്ല. അവരോട് നമ്മൾ പറഞ്ഞതാണ്, പഞ്ചായത്തിലെ മെമ്പേഴ്സിനോടും പ്രസിഡൻറ്റ് സഹിതമുള്ളവരും പറഞ്ഞതാണ്, ഇത് പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്തു. അതാണ് ഞങ്ങളുടെ സേഫ്റ്റി. ഞങ്ങൾ കണ്ണടച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയറി പണിയുമായിരിക്കും. പക്ഷേ പിന്നീട് വരുമ്പോഴത്തേനും ആ പദ്ധതി തന്നെ പ്രശ്നമാകുന്ന രീതിയിലോട്ട് മാറും. എളംപ്ലാശ്ശേരി റോഡ് പോലെ തന്നെ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇത് പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്ത് അനുമതി കിട്ടിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അത് ആര് വന്നാലും